ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുന്ന പ്രതാപനും മുത്തശ്ശിയും കണ്ണൻ്റെ വീൽ ചെയർ അവിടെ ഇരിക്കുന്നത് കണ്ട് ഞെട്ടുന്നു. വീൽ ചെയർ ഇല്ലാതെ അവൻ എങ്ങനെ സഞ്ചരിക്കും, ഇനി അവൻ എങ്ങാനും നടന്നു തുടങ്ങിയോ എന്നെല്ലാം ആലോചിച്ച് അവർ ഭയപ്പെടുന്നുണ്ട്. ഇതേ സമയം മോഹിനിയും മഹാലക്ഷ്മിയും അവിടേക്ക് വരുന്നുണ്ട്. മഹിയെ കാണുന്നതും നിന്റെ ഭർത്താവ് നടന്നു തുടങ്ങിയോ, നീ കൂടെ കൊണ്ട് നടക്കുന്ന അയ്യപ്പ സ്വാമി അവൻ്റെ കാലിന് സ്വാധീനം കൊടുത്തോ എന്നെല്ലാം മുത്തശ്ശി കളിയാക്കി ചോദിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാകുകയില്ലെന്നാണ് തോമസ് ഡോക്ടർ പറഞ്ഞത് എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ ആശ്വാസം എന്ന് പെട്ടെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. തുടർന്ന് തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്നതിനെ പരിശോധിച്ച് സംസാരിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. കാലിന് വയ്യാത്ത അവൻ എങ്ങനെയാണ് ഈ മാലയിട്ട് മല ചവിട്ടുന്നത്? അവൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല. അവൻ്റെ നട്ടിലിനാണ് സാരമായിട്ടുള്ള ക്ഷതം സംഭവിച്ചിരിക്കുന്നത് എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അത് മറ്റാരേക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് മഹാലക്ഷ്മി തിരിച്ചു ചോദിക്കുന്നത് കേട്ട് ഒന്ന് പതുങ്ങുന്നുണ്ട് കേട്ടോ പ്രതാപൻ. നീ പറഞ്ഞത് കേട്ടാൽ തോന്നുമല്ലോ ഇവൻ ടിപ്പർ ഇടിച്ച് കയറ്റിയിട്ടാണ് കണ്ണൻ വീൽ ചെയർ ആയത്. നിനക്ക് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ ഇല്ലേ പ്രതാപ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ അവളെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മളെന്തിനാ അതിനൊക്കെ ചെവി കൊടുക്കുന്നത് എന്ന് പ്രതാപൻ പറയുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മി വീൽ ചെയറും കൊണ്ട് കണ്ണൻ ഇരിക്കുന്ന മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് മോള് പറഞ്ഞത് കേട്ടല്ലോ, കണ്ണൻ മോൻ ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന്. എൻ്റെ മോളോട് ഒരലിവും നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലല്ലോ. അവളെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, അതിൻ്റെ പേരിൽ കുത്തുവാക്കുകൾ പറയാതെയെങ്കിലും ഇരുന്നൂടെ എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോൾ എൻ്റെ മോളുടെ കുഞ്ഞു പോകാൻ കാരണക്കാരി ആ പോയ അവളും അവളുടെ കെട്ടിയനുമാണ്. അവൾക്കൊരു കുഞ്ഞ് ഈ ജന്മം ഉണ്ടാകില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ആ അസൂയയും പകയും കൊണ്ടാണ് അവൾ കരുണമോളുടെ കുഞ്ഞിനെ പായസത്തിൽ വിഷം ചേർത്ത് ഇല്ലാതാക്കിയത്. എന്നിട്ട് ഒരു കള്ളസ്വാമിയുടെ കഥയും എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ കരുണമോളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നിങ്ങൾ അമ്മയും മോനും തന്നെയാണ്. ഇനി നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ കണ്ണൻ മോന് നിങ്ങൾ ഉണ്ടാക്കിയ നഷ്ടം ചിലപ്പോൾ മോള് കണ്ണനോട് പറഞ്ഞിരിക്കും. പിന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അത് ഓർത്തോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി പ്രതാപനെ കണക്കിന് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോഹിനിയുടെ മുന്നിൽ ശരിക്കും വിളറി വെളുത്ത് പോകുന്നുണ്ട് പ്രതാപൻ. പിന്നീട് മഹി വീൽ ചെയറും കൊണ്ട് കണ്ണൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. ശേഷം കണ്ണനെ വീൽ ചെയറിൽ ഇരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് മഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളിനി കൂടുതൽ സൂക്ഷിക്കണം കണ്ണേട്ടാ. അബദ്ധത്തിൽ പോലും ആരും ഒന്നും ഇതറിയാനായിട്ട് ഇടവരരുത്. വലതുകാലിന് പോയിട്ട് ഇടതുകാലിന് പോലും ചലിക്കുന്നത് ഇവിടെ ആർക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തറവാട്ടിൽ ചെന്നാലും നമ്മൾ കരുതിയിരുന്നേ പറ്റൂ എന്നെല്ലാം മഹി കണ്ണനോട് പ്രത്യേകം പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ അവരെ പിന്തുടർന്ന് വരുന്നുണ്ട് കേട്ടോ. കണ്ണന് നടക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ അവർ വരുന്നുണ്ട്. ഇനി കണ്ണനെങ്ങാനും നടക്കാൻ കഴിയുമോ? നമ്മളെയൊക്കെ അവളും അവനും ചേർന്ന് മണ്ടന്മാരാക്കുകയാണോ? അന്ന് അവളുടെ പ്രേതക്കളിക്ക് കൂട്ടുനിന്നതാണ് എല്ലാവരും, ആ തോമസ് ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും എന്നെല്ലാം അവരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. പക്ഷെ കണ്ണൻ വീൽ ചെയറിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. ശേഷം പ്രതാപനാണെങ്കിൽ മോഹിനി പറഞ്ഞ വാക്കുകൾ ഓർത്തൊക്കെ പേടിക്കുന്നുണ്ട് കേട്ടോ. ഇനി മഹാലക്ഷ്മി അങ്ങനും എല്ലാ കാര്യങ്ങളും കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലാവരും അറിയും. അതോടുകൂടി ഉണ്ണിമോൻ പോലും ചിലപ്പോൾ തൻ്റെ ശത്രുവായി മാറും. ശേഷിക്കുന്ന കാലം ജയിലിൽ കിടക്കേണ്ടി വരും എന്നെല്ലാം ആലോചിച്ച് വല്ലാതെ തന്നെ പരിഭ്രമിക്കുന്നുണ്ട് പ്രതാപൻ. അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശിയാണെങ്കിൽ, നീ എന്തിനാണ് പ്രതാപ അവളുടെ മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നത്? പണ്ട് നിന്നെ കണ്ടാൽ അവൾ പേടിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ നീ അവളുടെ മുന്നിൽ പൂച്ചയെ പോലെ പകുതുങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അത് വേറൊന്നും കൊണ്ടുമല്ലോ അമ്മേ, സമ്പത്തും സ്വാധീനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ വളരെ മുകളിലാണ് കണ്ണൻ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്ത പല പ്രവൃത്തികളും കണ്ണൻ ഇടപെട്ട് പോലീസ് കേസാക്കി കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ കഴിയേണ്ടി വരും. അതാ ഞാൻ തൽക്കാലം അവളെ ചൊടിപ്പിക്കാതെ അവളുടെ മുന്നിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിലും തൽക്കാലം രക്ഷപ്പെടുന്നുണ്ട് പ്രതാപൻ. പിന്നീട് കണ്ണനും മഹിയും അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ കണ്ണൻ വീൽ ചെയറിലല്ലാതെ നടന്നു വരുന്നത് കണ്ട് ലേഖയ്ക്കാണെങ്കിൽ ശരിക്കും സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരുപാട് സർപ്രൈസറായി പോകുന്നുണ്ട് ലേഖ. തുടർന്ന് മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ലേഖ. നിനക്കിപ്പോൾ സന്തോഷമായില്ലേ മഹി എന്ന് ചോദിച്ചുകൊണ്ട് ലേഖ കെട്ടിപ്പിടിക്കുകയാണ്. മഹി കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് കണ്ണേട്ടൻ്റെ എല്ലാ നന്മകൾക്കും കാരണം എന്ന് ലേഖ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ തോമസ് ഡോക്ടറെ ചെന്ന് കാണണം. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്നെല്ലാം കണ്ണനും മഹിയും പറയുന്നുണ്ട് കേട്ടോ അവരോട്. എൻ്റെ കാര്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. എനിക്ക് നടക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല.
എല്ലാം അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ടുകൂടിയാണ് കാരണമായത് എന്നെല്ലാം കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർന്ന് അവർ മഹാലക്ഷ്മി തലേദിവസം തട്ടിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ലേഖയോട് പറയുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ അത് മേഘൻ ഇറക്കി ഏതെങ്കിലും ഒരു കൊട്ടേഷൻ സംഘം ജയിലിൽ കിടക്കുന്നതായതുകൊണ്ട് അവനത് ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കരുണയുടെ അച്ഛനായിരിക്കും ഇതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. തുടർന്ന് മഹി ഇതേ സമയം പറയുന്നുണ്ട്, എന്നെയും കണ്ണേട്ടനെയും അപായപ്പെടുത്താൻ ശ്രമിച്ചവർക്കൊക്കെ അതിന് വേണ്ട തിരിച്ചടി അപ്പോപ്പ ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് മഹി പറയുമ്പോൾ, എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടും ഇതുവരെ അവരൊന്നും പഠിച്ചിട്ടില്ലല്ലോ മഹി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ലേഖ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയോടും അനന്തുവിനോടൊപ്പം കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാർക്കോ പ്രതാപൻ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകളെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. മാർക്കോയെ കാണുമ്പോൾ തന്നെ ഗുണ്ടകൾ ശരിക്കും വിരണ്ടു പോകുന്നുണ്ട്. പ്രതാപനിൽ നിന്നും കൂടുതൽ പണം കൈപ്പറ്റിയതുകൊണ്ട് തന്നെ ഗുണ്ടകൾ ആദ്യമൊന്നും സത്യങ്ങളൊന്നും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും മാർക്കോ ശരിക്കും അവരെ വിറപ്പിച്ച് നിർത്തുന്നതുകൊണ്ട് തന്നെ അവരെല്ലാം സത്യങ്ങളും മണി പോലെ തുറന്നു പറയുന്നു. പ്രതാപനാണ് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള സത്യങ്ങളെല്ലാം ഗുണ്ടകൾ തുറന്നു പറയുന്നു. ഇതറിയുന്ന മാർക്കോയ്ക്കാണെങ്കിൽ ശരിക്കും രക്തം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് തിരികെ എത്തുന്നു. കണ്ണൻ്റെ കാലുകൾക്ക് ചികിത്സ കൊണ്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനായിട്ട് അവരിങ്ങനെ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ദുർഗയും ഉണ്ണിയും കരുണയും. കണ്ണൻ വീൽചെയറിൽ തന്നെ വരുന്നത് കണ്ട് അവർക്ക് ആശ്വാസമാകുന്നുണ്ട്. തുടർന്ന് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടാ കണ്ണ, നിന്റെ പിറന്നാൾ നീ അവിടെ വെച്ച് ഇവളോടൊപ്പം ആഘോഷിച്ചോ? എങ്കിലും നീ ഒരു കാര്യം മറക്കരുത്, നിന്റെ പിറന്നാൾ ദിവസം തന്നെയാണ് നിന്റെ അച്ഛനും പോയത് എന്നും. തുടർന്ന് എന്താടി ഇവൻ്റെ കാലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ, ഇനി ചികിത്സയ്ക്കായിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് തോമസ് ഡോക്ടർ പറഞ്ഞത്. ഇനി അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഇത്രയും വർഷമായ സ്ഥിതിക്ക് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് അദ്ദേഹം വിധി എഴുതി കഴിഞ്ഞു എന്നെല്ലാം മഹി അവർക്ക് സന്തോഷം ആയിക്കോട്ടെ എന്ന് തന്നെ മനഃപൂർവ്വം പറയുമ്പോൾ കണ്ണനും അങ്ങനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് മഹിയും കണ്ണനും കാണാതെ ചിരിക്കുന്നുണ്ട് ദുർഗയും ഉണ്ണിയും കരുണയും. അന്നേ നിങ്ങൾ കണ്ണേട്ടനെ വേണ്ട രീതിയിൽ ചികിത്സിപ്പിച്ചിരുന്നുവെങ്കിൽ കണ്ണേട്ടൻ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നേനെ എന്ന് മഹി പറയുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെ വരൂ എന്നെനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നടേ, വെറുതെ ഉള്ള കാശ് മുഴുവൻ കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ പിറുപിറുക്കുന്നുണ്ട്. തുടർന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ, വേണമെങ്കിൽ ഇതും കൂടി നിങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചുട്ട മറുപടി കൊടുത്ത് കണ്ണനും മഹിയും അകത്തേക്ക് പോകുന്നു. ശേഷം, കേട്ടല്ലോ, ഇനി അവൻ എന്തായാലും എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അവനെയും എടുത്ത് അവൾ തന്നെ അവനെ ഇട്ടിട്ട് പോകുമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ, എനിക്കങ്ങനെ തോന്നുന്നില്ല അമ്മേ, അവിടുത്തെ ചികിത്സ കൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റം അയാൾക്കുണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് അവർ നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം എന്ന് ഉണ്ണി പറയുമ്പോൾ, അത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ കരുണയും ദുർഗയും. പിന്നീട് പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ്. അവർ മനഃപൂർവ്വം തന്നോട് അത് മറച്ചു വെക്കുകയാണോ? കാരണം വീൽ ചെയർ അവിടെ ഇട്ടിട്ട് കണ്ണൻ പോകണമെങ്കിൽ കണ്ണന് ഒരിക്കൽ പോലും വീൽ ചെയറില്ലാതെ സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ വല്ലാതെ തന്നെ സംശയത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അതറിയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹിയെ മാർക്കോ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മഹാലക്ഷ്മിയെ അന്ന് അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് പ്രതാപൻ തന്നെയാണെന്നുള്ള കാര്യം മാർക്കോ മഹാലക്ഷ്മിയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മഹി. എന്നിട്ട് നേരെ പ്രതാപനെ കാണാനായിട്ട് എത്തുകയാണ്. മഹാലക്ഷ്മിയുടെ ആ രണ്ടും കൽപ്പിച്ചുള്ള വരവ് കണ്ട് ശരിക്കും ഭയന്ന് വിറയ്ക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. ഇവിടത് എന്തിനുള്ള വരവാ പ്രതാപ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതാമ്മേ എനിക്കും മനസ്സിലാകാത്തതെന്ന് പറയുന്നുണ്ട് പ്രതാപൻ. തുടർന്ന്, നിങ്ങൾക്കൊരു കൊലയാളിയുടെ മനസ്സാണ് ഉള്ളതെന്ന് എനിക്ക് മുൻപേ അറിയാവുന്ന കാര്യമാണ്. ഇന്നലെ അഗസ്ത്യകൂടത്തിൽ വെച്ച് അർദ്ധരാത്രി എന്നെ ഒരു കൂട്ടം ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അത് ചെയ്തത് നിങ്ങളാണെന്ന് എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മഹി തുറന്നടിച്ചു പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. ഇനി നിങ്ങൾക്ക് മാപ്പില്ല, എല്ലാം ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അകത്ത് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ മറ്റ് ചില അരുംകൊലകൾ കൂടി പുറത്തു വരും. നിങ്ങൾ കണ്ണേട്ടനോട് ചെയ്തതൊന്നും ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ ഒരു ദയയും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്
പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും നേരെ ആഞ്ഞടിച്ച് അവിടെ നിന്നും പോവാണ് കേട്ടോ മഹി ചെയ്യുന്നത്. പിന്നീട് കമലേശ്വരത്ത് എത്തുന്ന മഹിക്ക് നേരെ ഉണ്ണി കല്ല് തുള്ളുന്നുണ്ട്. കാരണം പ്രതാപനിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന ഉണ്ണിയാണെങ്കിൽ മഹിക്ക് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാണ്? കമ്പനി മുഴുവൻ നിങ്ങളുടെ നിയന്ത്രണത്തിലായതിൻ്റെ അഹങ്കാരമാണോ നിങ്ങളിങ്ങനെ എല്ലാവരുടെയും നേരെ കയർത്ത് സംസാരിച്ച് നടക്കുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഉണ്ണി മഹിയെ ചോദ്യം ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കരുണയുടെ അച്ഛനെതിരെ നിങ്ങൾ എന്തിനാണ് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തത് എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, ഉണ്ണി നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നിനക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല. നിൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തത് അയാളെ ഇടിച്ച് ടിപ്പർ ഇടിച്ചാണ് 12 വർഷങ്ങൾക്ക് മുൻപ്. അതിന് ഞാൻ സാക്ഷിയാണ്. ഇതുവരെ കണ്ണേട്ടനറിയാത്ത ഒരു രഹസ്യമാണ് ഞാൻ നിന്നോട് തുറന്നു പറയുന്നത്. ഇനിയെങ്കിലും നീ അതറിഞ്ഞ് നിൻ്റെ കണ്ണേട്ടനെ സ്നേഹിക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹി എല്ലാ സത്യങ്ങളും ഉണ്ണിയോട് തുറന്നു പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ട് പൊട്ടിക്കരഞ്ഞ് പോകുന്ന ഉണ്ണിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ മെഗാ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്